തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഒപിയിൽ രാത്രിയിലെത്തിയ 10 വയസ്സുകാരിക്ക് താൽക്കാലിക ജീവനക്കാരൻ ടോക്കൺ നൽകാതെ ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF നേതൃത്വത്തിൽ ആശുപത്രി പരിസരത്തേക്ക് മാർച്ചും ധർണയും നടത്തി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച മുമ്പാണ് പരാതിക്കാധാരമായ സംഭവമുണ്ടായത്. രാത്രി 10:55 ശ്വാസതടസ്സവും കടുത്ത പനിയുമായി 10 വയസ്സുകാരിയും മാതാവും രാത്രികാല OPയിലെത്തിയെങ്കിലും കൗണ്ടറിൽ ചുമതലയിലുണ്ടായ താൽക്കാലിക ജീവനക്കാരൻ ടോക്കൺ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് മെഡിക്കൽ ഓഫീസർക്കും DMOക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർക്കും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നെങ്കിലും പരസ്യ പ്രതിഷേധവുമായി UDF ആണ് രംഗത്തിറങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ തങ്കയമുക്കിൽ നിന്നുമാണ് UDF പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ ഈ വ്യക്തിയുടെ പാർട്ടിയിൽപ്പെട്ട ആളോ ഒന്നും നമ്മൾക്കറിയില്ല. ഒരു വ്യക്തിയെ ഡോക്ടർ ചികിത്സിക്കുന്നതായി കണ്ടു. ആ ഡോക്ടർ ചികിത്സിക്കുന്ന സമയത്ത് അതെന്താ എന്റെ കുട്ടിക്ക് ചികിത്സ പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ പറയേണ്ട, താൻ പുറത്തു പോയിക്കൊള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഈ അമ്മ വീഡിയോയിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചു. അടുത്ത നിമിഷം അതാ മറ്റൊരു കിങ്കരൻ കൊണ്ട് ഈ മൊബൈൽ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഒന്നുകൂടി ആ വ്യക്തി ആ സ്ത്രീയെ അഭിനന്ദിക്കുക. ആ അമ്മ പറഞ്ഞു, എന്റെ മൊബൈൽ തൊടാനുള്ള അധികാരം തനിക്കില്ല. S. കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. VM ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, DCC ജനറൽ സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി VV അബ്ദുള്ള, VK രതീശൻ, VK ബാവ, C. രവി, K. ശ്രീധരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് MTP കരീം, M. രജീഷ് ബാബു, KP ദിനേശൻ, TS നജീബ്, PKM കുട്ടി, ഫായിസ് ബിരിച്ചേരി, NK യൂസഫ് എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ മാർച്ചിലും ധർണയിലും സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി UDF പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.